ഷജി ജോസഫ്, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് ഓർമ്മയില്ലാത്ത, ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാത്തൊരു കാര്യം, ഇപ്പോൾ 2020 വെറും 43 സീറ്റുമായി മുഖ്യമന്ത്രിയായ ആളാണ്. അന്ന് 74 സീറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ടും നിങ്ങൾ മുഖ്യമന്ത്രി ആയിക്കോളൂ, ഇത് ഞങ്ങളുടെ ഔദാര്യം എന്നൊരു മട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നേരെ തിരിയുകയാണ്. ഏറ്റവും അവസാനത്തെ ടാലി നോക്കിയാൽ 163-ൽ JDU 75 ഇടത്ത് ലീഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ BJP ലീഡ് ചെയ്ത് 74-നും അപ്പുറം പോയി ലീഡ് ചെയ്യുന്നു. BJP 72 ഇടത്ത് ലീഡ് ചെയ്യുന്നു, 74 അടുത്തെത്തി നിൽക്കുന്നു. അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കാൻ വന്നത്, 2020 അങ്ങനെ BJPയുടെ കാരുണ്യത്തിൽ മുഖ്യമന്ത്രിയായി എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. 2025 നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയാകുമ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അദ്ദേഹം എത്രമാത്രം ഡിമാൻഡിങ് ആവും? എങ്ങനെയാകും ആ ഒരു സർക്കാർ രൂപീകരണം? ഷജി ജോസഫ്. നിതീഷ് എന്ന് പറയുന്ന നേതാവിനെ, രാഷ്ട്രീയ നേതാവിനെ ഏതാണ്ട് 990 മുതൽ നേരിട്ടറിയുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് ബാഡിൽ ആരംഭിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ കവർ ചെയ്ത ഒരാളെന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ നിതീഷ് കുമാർ നേരെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നിതീഷ് കുമാറിനെ പോലെ ചടുല തന്ത്രങ്ങൾ മെനയാൻ കഴിയുന്ന മറ്റൊരു നേതാവ് ബീഹാറിൽ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ പറയുമ്പോൾ 2020 തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ അടിതെറ്റിക്കുവാൻ വേണ്ടിയിട്ട് രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ച് BJP നടത്തിയ ഒരു വലിയ നീക്കമാണ് അന്ന് നിതീഷിനെ 43 സീറ്റിലേക്ക് ഒതുക്കിയത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന അന്ന് തന്നെ വൈകുന്നേരം ശ്രീ നരേന്ദ്രമോദിക്ക് ഫോൺ ചെയ്ത്, മോദിജി, എൻ്റെ പാർട്ടിക്ക് ലീഡില്ല, എൻ്റെ പാർട്ടിക്ക് ആവശ്യത്തിനുള്ള സീറ്റില്ല, അതിനാൽ നിങ്ങൾ ഗവൺമെൻറ് ഫോം ചെയ്തോളൂ എന്ന് നിതീഷ് കുമാർ പറഞ്ഞപ്പോൾ, നിതീഷ് കുമാറിലെ ചടുല നീക്കങ്ങൾ നടത്തുന്ന, തന്ത്രങ്ങൾ മെനയാൻ കഴിവുള്ള രാഷ്ട്രീയ നേതാവിനെ തിരിച്ചറിയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിതീഷിനോട് പറഞ്ഞത്, നിതീഷ് ജി ഇല്ലാതെ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ BJPക്ക് പദ്ധതിയില്ല എന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ BJPക്ക് ഒരു അവസരം കിട്ടിയാൽ BJP സ്വന്തം ഒരു മുഖ്യമന്ത്രിയെ അവിടെ ബീഹാറിൽ അവരോധിക്കാതിരിക്കുമെന്ന്? പക്ഷെ ഒരു കാര്യം ശ്രീ നരേന്ദ്രമോദിക്ക് അറിയാം. അല്ല, അത് BJPയുടെ സ്വപ്നങ്ങളിൽ ഒന്നാണല്ലോ. തീർച്ചയായും സ്വപ്നങ്ങളിൽ ഒന്നാണത്. ആ സ്വപ്നത്തിനൊരു അവസരം നിതീഷ് കുമാർ കൊടുക്കുന്നു എന്ന് കണ്ടപ്പോഴും അതൊരു സ്വപ്നം, ഒരു ദുർസ്വപ്നമായി മാറാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ പ്രായോഗിക സോഷ്യലിസം എന്ന നിർവചനം നടത്തിക്കൊണ്ടിരിക്കുന്ന നിതീഷ് കുമാർ ഏത് നിമിഷവും RJDയോട് ചേർന്നുകൊണ്ട് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള നീക്കം നടത്തുമെന്ന കൃത്യമായി അറിയാവുന്ന ശ്രീ നരേന്ദ്രമോദി നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് 2020 ഉറപ്പിച്ച് പറഞ്ഞതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോഴെന്നാൽ 2020 നിതീഷിനോട് കാണിച്ച രാഷ്ട്രീയ നെറികേട്, ആ രാഷ്ട്രീയ നെറികേടിൻ്റെ മറുപടിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇനി ഒരു 5 വർഷം കൂടി നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിൻ്റെ ഏറ്റവും കുറഞ്ഞ അടുത്ത 5 വർഷം കൂടി പിന്നിൽ നിൽക്കുക എന്ന ഒരൊറ്റ സാധ്യതയല്ലാതെ BJPക്കില്ല. എന്നാൽ നിതീഷ് കുമാറിൻ്റെ ആരോഗ്യം മോശമാണ്, മാനസിക നില തെറ്റിയിരിക്കുന്നു എന്നൊക്കെ വലിയ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് ആ പ്രചാരണത്തിൻ്റെ ബലത്തിൽ BJP ഇപ്രാവശ്യം മുന്നിൽ നിന്നുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനെ നയിക്കും, BJPയുടെ ഒരു മുഖ്യമന്ത്രി ബീഹാറിൽ ഉണ്ടാകുമെന്നൊക്കെ കരുതിയിരുന്ന BJPക്ക് കൃത്യമായ ജനങ്ങൾ കൊടുക്കുന്ന മറുപടിയാണ്, ബീഹാറിലെ ജനങ്ങൾ രാഷ്ട്രീയപരമായി ജനങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ നീക്കത്തിൻ്റെ ഭാഗമാണിത് എന്നതാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്.